നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലെ, കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് മികച്ച വിജയം സമ്മാനിച്ചാണ് കേരളത്തിലെ വോട്ടർമാർ UDF-നെ അധികാരത്തിൽ കയറ്റിയത്. കഴിഞ്ഞ സർക്കാരിന്റെ പതനത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരുന്നു. ഇപ്പോഴിതാ UDF സർക്കാർ അധികാരമേറ്റ് ഏതാണ്ട് 2-3 ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു. ഈ ശബരിമലയുടെയും ദേവസ്വം ബോർഡിന്റെയും ഒക്കെ കാര്യത്തിൽ കഴിഞ്ഞ 10 കൊല്ലം എന്തൊക്കെയാണോ അനർത്ഥങ്ങൾ ഉണ്ടായത്, അതിൽ ഈ സർക്കാർ വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അതോ പഴയതുപോലെ തന്നെയാണോ ഈ ശബരിമലയും ദേവസ്വം ബോർഡും ഒക്കെ ഭരിച്ചുകൊണ്ട് UDF സർക്കാർ മുന്നോട്ട് പോകുന്നത്? എന്താണ് ശ്രീലയുടെ അഭിപ്രായം? പ്രശാന്ത്, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നത് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടായത് കൊണ്ടാണെന്ന് നമ്മൾ പറയപ്പെടുന്നുണ്ടെങ്കിലും UDF-നുണ്ടായ വിജയം ഒരു സാധാരണ വിജയമല്ല. UDF-ന്റെ സംഘടനാ സംവിധാനം വെച്ചോ UDF-നെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തിയിട്ടോ ഭരണപക്ഷത്തെ ശക്തമായി എതിർത്തിട്ടോ ഉണ്ടായ വിജയമല്ല. ഇത് യഥാർത്ഥത്തിൽ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളോട് വിശ്വാസങ്ങളോട് ഒക്കെ പുലർത്തിയ അസഹിഷ്ണുത, അതിനൊപ്പം ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായത് എല്ലാം കൂടി ചേർന്നാണ് ഈ 102 എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് കേരളത്തിലെ UDF-നെ എത്തിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് സംഘടനാപരമായ വളർച്ചയല്ല എന്ന് 100% നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺഗ്രസിന്റെ കേരളത്തിൽ പ്രത്യേകിച്ച് യാതൊരു പ്രവർത്തനങ്ങളും അവർക്കില്ല. നല്ല നേതാക്കന്മാർ ഉണ്ടായിരുന്നില്ല. ശക്തമായി പിണറായി വിജയന് പ്രതിരോധം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരുടെ നേതാക്കളെ കല്ലെറിയുമ്പോൾ പോലും അനങ്ങാനോ പോലും കഴിയാത്ത രീതിയിൽ ആയിരുന്നു. എത്ര ദുർബലമായിരുന്നു സംഘടനാ സംവിധാനം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്നത് വളരെ പ്രാധാന്യമായും നമ്മൾ കാണേണ്ട 2 വിഷയങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിന്റെ ഗുണഭോക്താക്കളായി മാറിയത് UDF ആണ് എന്നുള്ളതാണ്. അതിനുവേണ്ടി സമരം ചെയ്തതും റോഡിൽ നമുക്കറിയാം. ആദ്യത്തെ ഘട്ടത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉയർത്തത് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. അതിന്റെ പേരിൽ സംഘപരിവാർ അനുഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഇന്നും കേസും വഴക്കുമായി ഇന്ന് കേസ് തീർന്നിട്ടില്ല. പലപ്പോഴും, അതായത് രാജഗോപാലിനെ പോലും, അത്രയും പ്രായമായ രാജഗോപാൽ പോലും അദ്ദേഹം പങ്കെടുക്കാത്ത പരിപാടിയിൽ പോലും അദ്ദേഹത്തിന്റെ പേര് പോലും വരച്ചുവെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പോലും ജാമ്യമില്ലാത്ത കേസുകൾ എടുത്തിട്ടുള്ള സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അതിന്റെ ഗുണഭോക്താക്കളായി ആ തെരഞ്ഞെടുപ്പിലും അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഈ ശബരിമലയിലെ 2 വിഷയങ്ങൾ വന്നപ്പോഴും അതിന്റെ ഗുണഭോക്താക്കളായി UDF മാറി. നമ്മൾ വിചാരിച്ചത് യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. കെ മുരളീധരനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷം എനിക്കുണ്ടായി. കാരണം ഒരു വർഷങ്ങൾക്ക് ശേഷം വിശ്വാസിയായ ഒരാൾ, ക്ഷേത്രത്തിൽ പോകാൻ മടിയില്ലാത്ത ഒരാൾ, ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ദേവസ്വം മന്ത്രിയായി വരുമ്പോൾ തീർച്ചയായും കുറച്ചൊക്കെ നീതി വിശ്വാസികൾക്ക് ലഭ്യമാകും എന്ന ഒരു തോന്നൽ നമുക്ക് ഏവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വിശ്വാസികളെ വീണ്ടും ഇടതുപക്ഷം ചെയ്തതിൽ കൂടുതൽ അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ഈ ആദ്യഘട്ടത്തിൽ പോലും തോന്നുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഒന്ന് മേനോൻ എന്ന അച്ഛന്റെ പേരിൽ മേനോൻ ഉള്ളത് കൊണ്ട് സതീശനെ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന പുകിലുകൾ ഇപ്പോഴും മേനോൻ മന്ത്രിസഭ എന്ന് പറയാൻ ശ്രമിക്കുന്നത് ഒക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഈ പുകിലുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഇനി അങ്ങനെയല്ല എന്ന് കാണിക്കാനുള്ള ശ്രമമാണോ, അതോ ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ ഏകീകരണം വീണ്ടും ഉണ്ടാകണം എന്ന ആർത്തിയാണോ, അത് ഇനിയും വരുന്ന കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെ തുടരണമെന്ന ആർത്തിയാണോ, എന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കടന്നാക്രമിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കടന്നാക്രമിക്കുന്നവർക്ക് പ്രോത്സാഹനവും വെള്ളവും വളവും നൽകുന്ന രീതിയിലാണ് സർക്കാരിന്റെ ഓരോ നീക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഗവൺമെന്റ് പ്ലീഡറായി സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ നിയമിച്ച രീതിക്ക് ഇപ്പോൾ ഒരു മാറ്റം വരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. KB പ്രദീപിനെ ഗവൺമെന്റ് പ്ലീഡറാക്കിയതിൽ SITക്ക് പോലും ആശങ്കയുണ്ടായി എന്നാണ് പറയുന്നത്. ആ SIT പോലും ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ KB പ്രദീപ് രാജിവെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോൾ അത് സർക്കാരിന്റെ വിവേചനാധികാരമാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞത്. അതായത് സർക്കാർ പ്രദീപിന്റെ രാജിക്ക് സമ്മർദ്ദം ചെലുത്തുകയല്ല ചെയ്തത്, പ്രദീപ് സ്വമേധയാ രാജിവെച്ച് ഒഴിയുകയായിരുന്നു. അങ്ങനെയാണോ? തീർച്ചയായും ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ പറഞ്ഞിട്ടില്ല. സർക്കാരിന്, അതായത് മുരളീധരൻ പറഞ്ഞത് വിവേചനാധികാരമാണ്, ഏത് അഭിഭാഷകനെയും വെക്കാം എന്നുള്ളതാണ്.
സത്യത്തിൽ അഭിഭാഷകരെ സംബന്ധിച്ച് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത് അത്ര ശരിയായ കാര്യമില്ല. പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെ വെക്കുന്നത് തീർച്ചയായും അത് പ്രതിസന്ധി സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു ധാർമ്മികതയുടെ വശമുണ്ട്. അഭിഭാഷകൻ ഏത് കേസ് വേണേലും എടുക്കാം. പക്ഷേ ഇതിലൊരു ധാർമ്മികതയുടെ വശമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അഭിഭാഷകന്റെ ധാർമ്മികതയുണ്ട്. പ്രതിക്കും വാദിക്കും ഒരേ സമയം പ്രതിക്കും വാദിക്കും വേണ്ടി ഹാജരാവുക എന്ന് പറയുന്ന ഒരു എത്തിക്സ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അഭിഭാഷകൻ ഇത് വിവാദമായില്ലെങ്കിൽ അവിടെ എഴുന്നേക്കാമെന്ന് അഭിഭാഷകനും വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അഭിഭാഷകൻ ഇപ്പോൾ ഒഴിഞ്ഞു പോകാനുള്ള താല്പര്യം കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മുരളീധരൻ പറഞ്ഞിരുന്നത് അങ്ങനെ ആയിരുന്നില്ല. കാരണം അത് സർക്കാരിന്റെ വിവേചനാധികാരമാണ്, സർക്കാരിന് ആരെ വേണമെങ്കിലും നിശ്ചയിക്കാം എന്നുള്ളതാണ്. സത്യത്തിൽ എനിക്ക് ചില സംശയങ്ങൾ അപ്പോൾ ബാക്കിയാവുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ അടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നിരുന്നു. സോണിയാഗാന്ധിയെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട് പ്രതികൾ കാണാൻ പോയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ സഹോദരിയുടെ കമ്പനിയും അമ്മയുടെ കമ്പനിയൊക്കെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ ഇപ്പൊ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ, അന്വേഷണം അവിടേക്ക് എത്താതിരിക്കാനാണോ ഇത്തരം നീക്കം നടത്തുന്നത്, സ്വാഭാവികമായി നമ്മൾ സംശയിച്ചാൽ അതിൽ എന്ത് തെറ്റു പറയാൻ കഴിയും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി നമ്മൾ വിചാരിച്ചതല്ല, ഓരോ കാര്യങ്ങളും മാറി മറിയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം ശബരിമല സമരത്തിന്റെ കാലഘട്ടത്തിൽ ഒരു സമരവും ചെയ്തതല്ല സത്യത്തിൽ ഈ കോൺഗ്രസുകാർ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എത്ര സമരം ചെയ്തിട്ടുണ്ട്? യഥാർത്ഥത്തിൽ കേരളമൊട്ടാകെ അടി വാങ്ങിച്ചതും കേരളമൊട്ടാകെ സമര കേസുകളിൽ ഏർപ്പെട്ടതും എല്ലാം ഇവിടുത്തെ സംഘപരിവാറായിരുന്നു. ഏതായാലും അതെ, എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് BJP ജയിക്കാനുള്ള സാധ്യതയില്ല. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സർക്കാരിനെതിരെയുള്ള ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ, സർക്കാരിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി എന്ന രീതിയിൽ തന്നെയാണ് ഈ പറയപ്പെടുന്ന കോൺഗ്രസ് അധികാരത്തിൽ അന്ന് 20 സീറ്റും നേടി 19 സീറ്റും നേടാൻ അവർക്ക് സഹായകരമായത് അന്ന് ലോക്സഭയിലേക്ക്. അതിനുശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അടുത്ത സ്വർണ്ണക്കൊള്ള കൂടി ഉണ്ടാകുന്നു. അത് മാത്രമല്ല, ഇപ്പൊ നോക്കിക്കോളൂ, കഴിഞ്ഞ ദിവസം SIT പ്രശാന്തിനും വീണ്ടും നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അന്വേഷണം നല്ല രീതിക്ക് നടക്കുന്ന ഒരു അന്വേഷണത്തെ വഴി തിരിക്കാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഈ അന്വേഷണം മുമ്പോട്ട് പോയാൽ അതാണ് അട്ടിമറിക്കാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടത്തുന്നതെന്ന് സ്വാഭാവികമായി നമുക്ക് സംശയം ഉണ്ടാകുന്നു. മുരളീധരന്റെ ആ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയുടെ പേരിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ്. ഒരുപക്ഷെ BJP വികസനം പറഞ്ഞപ്പോൾ ശബരിമല വിഷയം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്കറിയാമല്ലോ, ഇത്രയേറെ വലിയൊരു വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. നമുക്കതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു മുരളീധരന്റെ ഈ നീക്കങ്ങളിൽ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടാണ് മുരളീധരൻ അങ്ങനെ ഒരു നീക്കം എടുത്തത്? വേറെ അഭിഭാഷകർ ഇല്ലാത്തത് കൊണ്ടാണ്. സമർത്ഥരായ അഭിഭാഷകർ നിൽക്കുമ്പോൾ അയാളെ തന്നെ, അതായത് സ്മാർട്സ് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ തന്നെ വേണം എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് മുരളീധരൻ വിശദീകരിക്കേണ്ടി വരും. ഏത് വിവേചനാധികാരം വെച്ചിട്ടാണെങ്കിലും അത് വിശദീകരിക്കേണ്ടതായി വരും. അത് ജനങ്ങളോട് വിശദീകരിക്കേണ്ട ബാധ്യത മുരളീധരനുണ്ട് താൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നമ്മളിപ്പോ കേൾക്കുന്നുണ്ട്. ശബരിമലയിൽ നമുക്കറിയാം സാധാരണഗതിയിൽ ഹജ്ജ് തീർത്ഥാടനവും ശബരിമല തീർത്ഥാടനവും തമ്മിൽ എന്നും ഹൈന്ദവ വിഭാഗങ്ങൾ ഉയർത്തിയിരുന്ന വലിയ ആശങ്കകൾ നമുക്കിടയിലുണ്ട്. ഹജ്ജ് വിഭാഗങ്ങൾക്ക് ഹജ്ജിന് പോകാൻ സബ്സിഡി, ഹജ്ജ് വിഭാഗങ്ങൾക്ക് ബസ് വരെ, അതായത് എയർപോർട്ടിലേക്കുള്ള ബസ് വരെ ഫ്രീ ആയി കൊടുക്കുമ്പോൾ കേരളത്തിൽ ശബരിമല സീസൺ വരുമ്പോൾ ഇരട്ടിക്കിരട്ടി അതിന്റെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുകയാണ് എപ്പോഴും KSRTC ചെയ്തിരിക്കുന്നത്. KSRTCക്ക് പൂക്കാലമാണ്. കേരളത്തിലെ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ വ്യാപാരികൾക്ക്, വ്യവസായികൾക്ക് എല്ലാവർക്കും വലിയ ഉന്മേഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ശബരിമലയിലെ മണ്ഡലകാലം. ഇപ്പോ ഏറ്റവും പുതിയതായി മറ്റൊരു തീരുമാനം കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു തീരുമാനം അത് ശബരിമലയിലെ പിൽഗ്രിമേജിനെ തകർക്കാനുള്ള തീരുമാനമാണോ എന്ന സംശയം ബാക്കിയാവുകയാണ്. കാലഘട്ടങ്ങളിലെല്ലാം കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നടന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ശരിയാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ശബരിമലയിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ തീർത്ഥാടനം തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെ ശബരിമലയിലെ തീർത്ഥാടന കാലത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ പല തരത്തിലും നടത്തുന്നുണ്ട് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ഇവിടെ നോക്കൂ, ഈ തീർത്ഥാടന കാലത്ത് മനഃപൂർവമായ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ തീർത്ഥാടന കാലത്ത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഡോക്ടർമാരെ അങ്ങോട്ട് ദേവസ്വം ബോർഡിന് നൽകില്ല, അല്ലെങ്കിൽ അവിടെ ശബരിമലയിലെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ ശബരിമലയിലെ അവിടെ എത്തുന്ന ആൾക്കാരുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് ഡോക്ടർമാരെ നിയോഗിക്കില്ല. ചിലപ്പോൾ മല കയറുമ്പോൾ ചിലർക്ക് നെഞ്ചുവേദന ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
അത്തരമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോഴും ശബരിമലയിൽ ഒരു ടീം ഉണ്ടാകും. ശബരിമലയിലും നിലയ്ക്കലും ഒക്കെ പ്രത്യേക അതെ, എല്ലാ സ്ഥലത്തും ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ ഈ ഉണ്ടാകും. ഡോക്ടർമാരുടെ സേവനം വളരെ നല്ല രീതിയിൽ നൽകി വരുന്നത് നമ്മൾ മുമ്പ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതായത് ഇത്തവണ മുതൽ ആരോഗ്യ വകുപ്പിന് പണം കൊടുത്തെങ്കിൽ മാത്രമേ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ട്, ദേവസ്വം വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് കേരളത്തിലെ ഹൈന്ദവരോട്, ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലുമുള്ള ഹൈന്ദവരോട്, ഇന്ത്യയിൽ ആകെയുള്ള ഹൈന്ദവ സമൂഹത്തോട്, ഹൈന്ദവ ആചാരങ്ങളോട്, വിശ്വാസങ്ങളോട്, ഹൈന്ദവ വിശ്വാസികളോട് കേരളത്തിലെ വലതുപക്ഷ സർക്കാർ എടുക്കുന്ന സമീപനം, ആ സമീപനം കൂടി ചർച്ചയാവുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യ വകുപ്പ് പോയത് എന്ന് വ്യക്തമായും നമുക്ക് വളരെ ദുരൂഹമാണ്. ഈ ആരോഗ്യ വകുപ്പ് ഭരിക്കുന്നതും ദേവസ്വം ഭരിക്കുന്നതും ഒരേ മന്ത്രിയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ആരോഗ്യ വകുപ്പ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന ചോദ്യത്തിന് സത്യത്തിൽ മന്ത്രി ഉത്തരം പറയേണ്ടതാണ്. തീർച്ചയായിട്ടും അതിന്റെ പ്രധാനപ്പെട്ട തീരുമാനം ശബരിമലയിലെ കുറെ പണം കൂടി കൈക്കലാക്കാനുള്ള ഒരു നീക്കം എന്നതിനപ്പുറത്തേക്ക്, അതായത് ദേവസ്വം ബോർഡിന്റെ പണം, ശബരിമല ദേവസ്വത്തിന്റെ പണം, ആ ശബരിമല ദേവസ്വത്തിലേക്ക് വരുന്ന, അല്ലെ ശബരിമല മണ്ഡലകാലത്ത് വരുന്ന പണത്തിന്റെ നല്ലൊരു പങ്ക് ഡോക്ടർമാർ വഴിയെങ്കിലും ആരോഗ്യവകുപ്പിനെ തട്ടിയെടുക്കുക എന്ന നീക്കമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പണം വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആരോഗ്യവകുപ്പ് പണം വാങ്ങിക്കുമ്പോൾ KSRTC 1 രൂപ പോലും തീർത്ഥാടന കാലത്ത് 1 രൂപ പോലും അഡീഷണൽ കൂട്ടാൻ പാടില്ല. അങ്ങനെ എല്ലാ രീതിയിലും ഇവിടുത്തെ തീർത്ഥാടകരെയും വിശ്വാസികളെയും പിഴിയാം എന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാതിരിക്കാനാണ് കേരളത്തിലെ ബാക്കിയുള്ള ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വരേണ്ടത്. ഇപ്പൊ പല ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു CBI അന്വേഷണം വേണ്ട വിഷയം തന്നെയാണ്. കേരളത്തിലെ സർക്കാർ അത് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യേണ്ടതാണ്. വളരെ നേരത്തെ ആവശ്യപ്പെടേണ്ടതായിരുന്നു, വളരെ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് കാര്യം, ഇപ്പൊ CBI അന്വേഷണം വേണമെങ്കിൽ 2 തരത്തിലെ CBI അന്വേഷണം സാധ്യമാവുകയുള്ളൂ. CBIയുടെ നോംസ് അനുസരിച്ച് അവർ സ്വമേധയാ കേസെടുക്കുന്ന രീതിയൊക്കെ പണ്ടേ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അവർക്കിപ്പോ 2 രീതിയിലാണ്. ഒന്നിൽ കോടതി പെർമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സർക്കാർ പറയണം ഇത് CBI അന്വേഷിക്കണമെന്ന്. അപ്പൊ കഴിഞ്ഞ സർക്കാർ അത് പറയില്ല. കാരണം അവരുടെ മന്ത്രിമാരും കാരണം അവരാണല്ലോ ഈ കേസിൽ പ്രതികൾ. അവരതുകൊണ്ട് ഒരിക്കലും CBI അന്വേഷണത്തിന് വിടാൻ തയ്യാറാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് ഇനി ഇവര് പ്രതികളാണോ എന്ന് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചിന്ത, ഒരു തോട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചില ആരോപണങ്ങൾ വന്നിരുന്നു. കാരണം ഇങ്ങനെ ആന്റിക് സാധനങ്ങൾ, ആ ആന്റിക് സാധനങ്ങൾ പുറത്തേക്ക് കടത്തി ഇന്റർനാഷണൽ ബന്ധമുണ്ടെന്നാണ് സത്യത്തിൽ CBI അന്വേഷിക്കേണ്ട കേസ് തന്നെയാണ്. അപ്പൊ ഈ ആന്റിക് സാധനങ്ങൾ പുറത്തേക്ക് കടത്തുമ്പോൾ അത്തരം ചില കമ്പനികൾ നടത്തുകയാണ് സോണിയാഗാന്ധിയുടെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ കാണാൻ പോക്കും, അവരെ കാണാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പോക്കുമൊക്കെ എല്ലാം കൂടി ഒത്തുവരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയാകുമോ എന്ന് വിചാരിച്ചിട്ടാവും ഒരുപക്ഷെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആളെ ഏൽപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇപ്പോ ഈ SITക്ക് പഴയ SITയെ അല്ലെ പഴയ മന്ത്രിമാരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ SIT അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണെങ്കിൽ തൽക്കാലമില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം കൃത്യസ്ഥലത്തേക്ക് പോയാൽ തീർച്ചയായും പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന് തോന്നലായിരിക്കാം ഒരുപക്ഷെ K മുരളീധരനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് സംശയിച്ചാൽ അത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ശബരിമലയിലെ പണം വീണ്ടും അടിച്ചെടുക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ നമുക്കറിയാം, ഏതൊരു പ്രോഗ്രാം നടന്നാലും ഇപ്പൊ ലോ ആൻഡ് ഓർഡർ, ഒരു സ്ഥലത്തുണ്ടാകുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ്, പിന്നെ ഡോക്ടർമാരുടെ സേവനം ഒക്കെ എല്ലാ സ്ഥലത്തും ഫ്രീ ആയി തന്നെയാണ് കൊടുക്കുന്നത്. എവിടെയാണ് സാധാരണഗതിയിൽ ഇപ്പോ ഏതെങ്കിലും പരിപാടി നടക്കുമ്പോൾ ഡോക്ടർമാരുടെ സേവനം, അവിടെ ഡോക്ടർമാരുടെ എയ്ഡ് പോസ്റ്റുകൾ ഉണ്ടാകുന്നത് പണം നൽകിയിട്ടാണ്. അപ്പൊ ശബരിമലയിൽ മാത്രം പണം നൽകിയാലേ ഡോക്ടർമാരെ നൽകുകയുള്ളൂ എന്ന് പറയുന്നത് അത് ഒരു ശരിയായ നടപടിയല്ല. ആ നടപടി തിരുത്തപ്പെടേണ്ടതാണ്. അതിന് കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സർക്കാരിന് കഴിയില്ലെങ്കിൽ സൗജന്യമായി സേവനം നൽകാൻ കഴിയുന്ന ഡോക്ടർമാരുമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് അവിടേക്ക് വരാം, മണ്ഡലകാലത്ത് മുഴുവനും ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും ഞങ്ങൾ സൗജന്യമായി ഈ സേവനം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. അതേക്കുറിച്ച് സർക്കാർ എന്തെങ്കിലും അതിനെ സ്വാഗതം ചെയ്യുകയോ അതിനെ നിഷേധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ വിഷയത്തെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായി. തീർച്ചയായും ഇതുവരെ അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായാലും അത് നല്ലൊരു നീക്കം തന്നെയാണ്. കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ വിചാരിച്ചാൽ അത് വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും ഇല്ലാതെ ഡോക്ടർമാർ വന്ന് സേവനം ചെയ്ത് ഡോക്ടർമാർ ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ സേവനം ചെയ്തു പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സർക്കാർ
അത്തരം മാർഗങ്ങളിലേക്ക് കടക്കുന്നില്ല എങ്കിൽ സമാന്തര മാർഗങ്ങളായി ഇത്തരം മാർഗങ്ങളെ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. വീണ്ടും അയ്യപ്പന്റെ പണം കൊള്ളയടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ശബരിമലയിലെ അയ്യപ്പന്റെ പണം, അത് അയ്യപ്പന് വേണ്ടിയുള്ള പണമാണ്, അത് അയ്യപ്പന് നൽകുന്ന പണമാണ്. അയ്യപ്പന്റെ ആ ഇപ്പോൾ തന്നെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണ്. അതിന്റെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര വിശ്വാസികൾക്ക് അവരുടെ ക്ഷേത്ര വിശ്വാസികളുടെ ഭാഗമായി, വിശ്വാസത്തിന്റെ ഭാഗമായി അവർ നൽകുന്ന പണമാണ്. അത് സർക്കാരിന് കൊള്ളയടിക്കാനുള്ള അവസരം ഇനി ഉണ്ടാകരുത്. തീർച്ചയായും അത്തരമൊരു രീതിയിലേക്ക് സർക്കാർ പോയില്ലെങ്കിൽ സമാന്തര സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കോടതിയിൽ നിന്ന് വേണമെങ്കിൽ ഇനി സർക്കാരിന് പറ്റില്ല, സർക്കാർ നിർദ്ദേശം നൽകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കോടതിയിൽ പോയാൽ പോലും അത് നേടിയെടുക്കാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം ഈ സർക്കാർ ശബരിമലയുടെ കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്, അവിടെ ഏതൊക്കെ കാര്യത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എന്തായാലും ശബരിമല ഒരു നിസ്സാര കാര്യമല്ല. അതിനെ തൊട്ട് കളിച്ചവരാരും രക്ഷപ്പെട്ട ചരിത്രവുമില്ല. നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ടൊരു വിശ്വാസി കൂടിയായ ദേവസ്വം മന്ത്രി ശബരിമലയുടെ കാര്യത്തിൽ വളരെ അവധാനതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. നന്ദി, നമസ്കാരം.